രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ അനുകൂലിച്ചത് മുതൽ തുടങ്ങിയതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പകവീട്ടൽ. ദമ്പതികൾ ഇത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതുമൂലം അന്ന് തുടങ്ങിയ നിരന്തരമായ ED വേട്ടക്കൊടുവിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് അനുഭാവിയായ ബിസിനസ്സുകാരനും ഭാര്യയും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആത്മഹത്യക്ക് കാരണം EDയുടെ വേട്ടയാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതിനെ തുടർന്ന് പ്രതിപക്ഷമായ കോൺഗ്രസും ഭരണകക്ഷിയായ BJPയും തമ്മിൽ പൊരിഞ്ഞ പോര് നടക്കുകയാണ് മധ്യപ്രദേശിൽ. മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള സൊഹോർ ജില്ലയിൽ അഷ്ടനഗരത്തിലെ വീട്ടിൽ ബിസിനസ്സുകാരനായ മനോജ് പാർമറെയും ഭാര്യ നേഹയെയും സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ചതായിട്ടാണ് കണ്ടത്. അതായത് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രക്കിടയിൽ മധ്യപ്രദേശ് വഴി കടന്നു പോകുമ്പോൾ പാർമർ നേഹ ദമ്പതികളുടെ മക്കൾ അവരുടെ സമ്പാദ്യ കുടുക്ക പൊട്ടിച്ച് രാഹുൽ ഗാന്ധിക്ക് കൈമാറിയത് വലിയ വാർത്തയായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ പകയാണ് BJPയുടേത്. അതിപ്പോൾ 2 പേരുടെ ജീവനെടുത്തിരിക്കുന്നു. ജോഡോ യാത്രയ്ക്ക് ശേഷം ഇവരുടെ വീട്ടിൽ ED പലവട്ടം പരിശോധന നടത്തി. ഇതേ തുടർന്ന് ദമ്പതികൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി ED പാർമറിന്റെ ഉടമസ്ഥതയിലുള്ള ഇൻഡോറിലെയും സൊഹോറിലെയും 5 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. പകപോക്കലിന്റെ ഭാഗമായി പലതും പറഞ്ഞു പ്രചരിപ്പിച്ചു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തുവെന്നാണ് ED അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ 3.5 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചു. അങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. തുടർന്ന് പാർമറെ അറസ്റ്റ് ചെയ്തു. സംഭവ സ്ഥലത്തു നിന്നും പാർമറുടെ ആത്മഹത്യാ കുറിപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഉള്ളടക്കം ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നാണ് അറിയുന്നത്. കേന്ദ്രവും മധ്യപ്രദേശും ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് ഒന്നും പുറത്തു വരാനും പോകുന്നില്ല. മരണത്തിന് EDയാണ് ഉത്തരവാദി എന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളായ ദിഗ്വിജയ് സിംഗ് MPയും PCC അധ്യക്ഷൻ ജിതേന്ദ്ര പട്വാരിയും രംഗത്ത് വന്നിരിക്കുന്നു. സർക്കാർ കൊല എന്നാണ് ജിത് പട്ടാരി ദമ്പതികളുടെ ആത്മഹത്യയെ വിശേഷിപ്പിച്ചത്. ഭാരത് ജോഡോ യാത്രയിൽ പാർമർ ദമ്പതികളുടെ കുട്ടികൾ അവരുടെ സമ്പാദ്യം നൽകിയത് മുതൽ ഇവരെ ED നോട്ടപ്പുള്ളിയാക്കിയിരിക്കുകയായിരുന്നുവെന്നും വ്യക്തമായ തെളിവുകൾ ഇല്ലാതെയാണ് ED പാർമറെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്നും രാജ്യസഭാ MP ദിഗ്വിജയ് സിംഗ് ആരോപിക്കുകയുണ്ടായി. മനോജ് പാർമറിന് വേണ്ടി താൻ ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കി കൊടുത്തിരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഒരു MP-യാണ്. അത്രയ്ക്കും ആധികാരികമായ റിപ്പോർട്ടുകളാണ് ഈ മരണത്തിന് പിന്നിൽ EDയും BJPയും ഉള്ളത് എന്ന് തെളിയിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗുജറാത്ത് കലാപവും ദില്ലി കലാപവും ഒക്കെ നടത്തിയവർക്ക് ഇതൊന്നുമല്ല എന്നെല്ലാവർക്കും അറിയാം. ഏതെല്ലാം തരത്തിൽ ജീവനെടുക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം കോൺഗ്രസുകാരുടെ ജീവനെടുക്കുകയാണ്. അന്വേഷണ ഏജൻസികളെല്ലാം കൂട്ടിനുമുണ്ട്. പ്രതികാരദാഹികളായ കഴുകന്മാർ പാറി നടക്കുകയാണ് ഈ രാജ്യം മുഴുവനും. മുൻപ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും അനന്തര നടപടികൾക്കുമായി കൊണ്ടുപോയി എന്നാണ് അവസാനം ലഭ്യമാകുന്ന വിവരം.